ക്ലാസ് 1 ആനുവൽ എക്സാം 2022-23 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ. ആദ്യത്തെ ആക്ടിവിറ്റി 1 അറ്റ് ദ സൂ എന്ന് പറഞ്ഞാൽ മൃഗശാല. അപ്പോൾ സൂവിലുള്ള കാഴ്ചകളാണ് ഇതിൽ കാണുന്നത് ആക്ടിവിറ്റി 1-ൽ. അത് നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ദ പിക്ചർ എന്ന് പറഞ്ഞാൽ കളർ ചെയ്യുക. സോനും ഗ്രാൻഡ്പയും കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഹായ് ദർ ഈസ് എ ജിറാഫിൻ്റെ സ്പെല്ലിങ് GIRAFFE ജിറാഫ്. ദർ എന്ന് പറഞ്ഞാൽ അവിടെ. ഹായ് ദർ ഈസ് എ അവിടെ ഒരു ജിറാഫ്. ഇനി രണ്ടാമത്തെ പിക്ചർ ലുക്ക് അറ്റ് ദാറ്റ് ലയൺ LION സിംഹം. ലയൺ സിംഹം. പിന്നെ ലുക്ക് ദർ ഈസ് എ സീബ്ര ZEBRA സീബ്ര. പിന്നെ വാവ് ഹിയർ ഈസ് എ പീകോക്ക് സ്പെല്ലിംഗ് പീകോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ. പീകോക്ക് PEACOCK. ആക്ടിവിറ്റി 2 an elephant. Look at the picture and describe it. Look at the picture എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ നോക്കൂ. Describe it അതിനെ പറ്റി പറയാനാണ് പറയുന്നത്. ഇവിടെ എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ ആന. ELEPHANT എലിഫൻ്റ് ആന. ദിസ് ഈസ് ആൻ എലിഫൻ്റ് ഇത് ഒരു എലിഫൻ്റാണ്, ഒരു ആനയാണ്. ഇറ്റ് ഈസ് എന്ന് തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഇറ്റ് ഈസ് എ ബിഗ് അനിമൽ. ഇറ്റ് ഹാസ് 4 legs. ബിഗ് അനിമൽ എന്ന് പറഞ്ഞാൽ വലിയ മൃഗമാണ്. ഇറ്റ് ഹാസ് അതിന് 4 കാലുണ്ട്. ഇറ്റ് ഹാസ് 4 legs. പിന്നെ എ ലോങ് ട്രങ്ക് നല്ല നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക് അതിൻ്റെ ആനയുടെ നിറം കറുപ്പാണ്. ഇനി കുറച്ചുകൂടെ ഈ സൂവിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി 3 വാട്ട് ആർ ദേ ഡൂയിങ്. ഇവിടെ കുറച്ച് അനിമൽസ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ, ആ സെൻറ്റൻസസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് വാചകങ്ങൾ. ഒന്നാമത്തെ ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. ഊഞ്ഞാലാടുന്നത് ആരാ? അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മങ്കിയാണ് അല്ലേ. ദ മങ്കി ഈസ് സ്വിങ്ങിങ്. ഇനി രണ്ടാമത്തെ ദ ഡക്ക് ഈസ് ഡാഷ് ഇൻ എ പോണ്ട്. ഡക്ക് ഈസ് സ്വിമ്മിങ് നീന്താണ് അല്ലേ, നീന്തുന്നു സ്വിമ്മിങ്. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും പഠിക്കണം, മീനിങ്ങും പഠിക്കണം. അപ്പോൾ എന്നാലാണ് അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ കിട്ടുള്ളൂ. സ്വിമ്മിങ് SWIMMING സ്വിമ്മിങ് നീന്തുന്നു. ഇന്നേ പോണ്ട് ആ കുളത്തിൽ. ഇനി അടുത്തത് മൂന്നാമത്തെ ദ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ദ ബേർഡ്സ് പക്ഷികൾ, ഫ്ലൈയിങ്. ദ ബേർഡ്സ് ആർ. ബേർഡ് എന്ന് പറഞ്ഞാൽ ഈസ് എന്ന് പറയാം, ഒരെണ്ണമുള്ളൂ. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണമുള്ള കാരണം കൊണ്ട് ARE അത് പ്ലൂരലാണ്, ബഹുവചനം പ്ലൂരൽ. അപ്പോൾ ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. നാലാമത്തെ ദ ബെയർ ഈസ് ഡാഷ് ഓൺ ദ റോക്ക്. കരടി എവിടെ ഇരിക്കുന്നത്? സിറ്റിംഗ് ഓൺ ദ ഇരിക്കുന്നു. ഓൺ ദ റോക്ക് എന്ന് വെച്ചാൽ പാറപ്പുറത്ത് ഇരിക്കുന്നു. അഞ്ചാമത്തെ ദ ടൈഗർ ഈസ് എന്താ ചെയ്യണേ? ആ പുലി ടൈഗർ ഈസ് സ്ലീപ്പിംഗ് ഉറങ്ങുന്നു. SLEEPING സ്ലീപ്പിംഗ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ലെറ്റ് സിങ്. നമുക്ക് പാടാം. കംപ്ലീറ്റ് ദ പോയം. ഈ പോയം തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യത്തെ ഐ ഹാവ് എ പെറ്റ്. എനിക്കൊരു പെറ്റുണ്ട്.
ഓമന മൃഗം, പെറ്റ്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. കണ്ടോ, പിക്ചറിൽ കണ്ടോ, ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇതൊരു ക്യാറ്റാണ്, പൂച്ചയാണ്. ഇറ്റ് ഈസ് സോ നൈസ്, നല്ലതാണ്. ഇറ്റ് സേസ് മ്യോ മ്യോ മ്യോ. അതേപോലെ താഴത്തെ 4 ലൈനിൽ ഡോഗിനെ തന്നേക്കുന്നത്. അപ്പോൾ ഐ ഹാവ് എ പെറ്റ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലൈൻ ഇറ്റ് ഈസ് എ ഡോഗ്, അങ്ങനെ എഴുതണം. ഇറ്റ് ഈസ് എ ഡോഗ്. പിന്നെ മൂന്നാമത്തെ ലൈൻ നോക്കിയേ, ഇറ്റ് ഈസ് സോ നൈസ് എന്നല്ലേ ക്യാറ്റിൽ കൊടുത്തേക്കണേ. അതേപോലെ ഇതിൽ ഇറ്റ് ഈസ് സോ ക്യൂട്ട്, അങ്ങനെ കൊടുക്കുക. നാലാമത്തെ ലൈൻ ഇറ്റ് സേസ് ബൗ ബൗ ബൗ. അതുപോലെ അടുത്തത് ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ചിക്ക്. ഒരു കോഴിക്കുഞ്ഞാണ് അല്ലേ. ഇറ്റ് ഈസ് എ ചിക്ക്. ഇറ്റ് ഈസ് സോ നൈസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സോ ക്യൂട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സോ സ്മോൾ, അങ്ങനെ എഴുതാം. ഇറ്റ് സേസ് ക്ലക്ക് ക്ലക്ക് ക്ലക്ക്, CLUCK, ക്ലക്ക്. ഒരു താറാവിൻ്റെ കുഞ്ഞാണെങ്കിൽ, ഡക്കിൻ്റെ കുഞ്ഞാണെങ്കിൽ ക്വാക്ക് ക്വാക്ക് ക്വാക്ക്, QUACK എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റിയാണ് സോനു വിത്ത് ഈസ് അങ്കിൾ. സോനുവും അവൻ്റെ അങ്കിളും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ, അതായത് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്കിൾ ചോദിക്കുകയാണ്. ആദ്യം അങ്കിൾ, വേർ ഡിഡ് യു ഗോ, എവിടേക്കാണ് സോനു പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സോനു പറയും ഐ വെൻറ്റ് ടു ദ സൂ, ഞാൻ സൂവിലേക്കാണ്, മൃഗശാലയിലേക്കാണ് പോയത്. അപ്പോൾ അങ്കിൾ ചോദിക്കുന്നു വാട്ട് ഡിഡ് യു സീ ദർ, ഡിഡ് യു സീ, നീ എന്താണ് അവിടെ കണ്ടേ. അപ്പോൾ സോനു പറയും ഐ സോ ടൈഗർ, എലിഫൻറ്റ്, പീകോക്ക്, ടൈഗർ, സീബ്ര, മങ്കി, അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു എന്ന് എഴുതാം. പിന്നെ അങ്കിൾ ചോദിച്ചു വാട്ട് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആനിമലിൻ്റെയോ എന്തെങ്കിലും പേര് എഴുതാം. ടൈഗർന്നോ സീബ്രാന്നോ എന്തെങ്കിലുമൊക്കെ എഴുതാം കേട്ടോ.